മുമ്പ് പോയടത്തൊക്കെ വേണമെങ്കിൽ ചേർന്നു എന്നുള്ളൊരിതാണ്. വേണമെങ്കിൽ ചേരല്ലേ വേണ്ട, ഇങ്ങനൊരു അഭിപ്രായമാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തീരി നമ്മുടെ ഡ്രൈവറായിട്ട് അവർ മാറ്റുന്നു. എനിക്ക് ഭയങ്കര അതിനോട് നന്ദി പറയും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊക്കക്കോള ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ്. ഇതാണ് കൊക്കക്കോള ഫാക്ടറി. അത് അവിടുത്തെ സമരവും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. മൈലമ്മ, പ്ലാച്ചിമട ഏത് രീതിയിലാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്, മൈലമ്മ ആരാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കമ്പനിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളിവിടെ വരാനുള്ള ഒരു കാരണം, ഞങ്ങൾ ഇന്ന് ടെസ്റ്റായിരുന്നു, ഹെവിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റായിരുന്നു, ലൈസൻസിന് വേണ്ടിയുള്ള ഹെവിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വന്ന് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് സാറ് തിരിച്ചുപോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾക്ക് 18 പേരുണ്ടായിരുന്നു ടെസ്റ്റിന്. കഴിഞ്ഞ ആഴ്ച അതുപോലെ ഉണ്ടായിരുന്നു. 18 പേരിലെ 18 പേരും പാസ്സായി. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ആക്ച്വലി ഡേറ്റ് ചോദിച്ചായിരുന്നു. അന്ന് സാർക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് വീണ്ടും 2 ദിവസം നീണ്ട് ഇന്ന് ഡേറ്റ് 23/8/2022 ഇന്ന് ഡേറ്റ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. PSC ആയിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവർ ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു അവയർനെസ്സാണ്. അതായത് ഇന്നിപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ടെസ്റ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. ഇന്നത്തെ ദിവസം 23/8/2022 അവിടെ വെച്ച് നടന്നതിൽ ഇതുവരെയും LDVക്ക്, അതിന് LDVയാണ് വെഹിക്കിൾ പറഞ്ഞിട്ട്, LDVക്ക് ജീപ്പായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ നടന്നത് ബൊലോറയായിരുന്നു. ഈ ഒരു ഇൻഫർമേഷൻ ഒരു പക്ഷേ ബൊലോറ ആയിരിക്കും എന്നുള്ള ഇൻഫർമേഷൻ 100%, ഏകദേശം ഒരു 80% വരെ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെനിക്ക് അറിയാൻ പറ്റിയതുകൊണ്ട് ഇതുവരെ ഞാൻ സാധാരണ ബൊലോറ കൊടുക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ടെസ്റ്റിന് വരുന്നവരുടെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് ആ ട്രെയിനിങ്ങിന് വേണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബൊലോറയും കൂടെ ചേർത്തി തരും, ഒരു പക്ഷേ ബൊലോറയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ അവരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്നു. അവർക്ക് ബൊലോറ ടച്ച് ചെയ്യാൻ കൊടുത്തു. അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടി. അതായത് ഇന്ന് നടന്ന ആ ടെസ്റ്റിൽ കുറേ ആൾക്കാർ ഫെയിലായി വന്നിട്ട് ആദ്യം പാസ്സായത് ഇവിടുന്ന് പോയ ഒരു പയ്യനായിരുന്നു. അത് പാസ്സായ ഉടനെ തന്നെ അവനോട് ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചു, നീ എങ്ങനെ എവിടെ ട്രെയിനിങ്ങിന് പോയപ്പോൾ നാഷണലാണെന്നുള്ള കാര്യം ആൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു. സാധാരണ ഞാൻ എവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാലും നാഷണലിൻ്റെ പേര് ആരും പറയുമെന്ന് വേണ്ട, നാഷണലിനെ കുറിച്ച് എല്ലാവർക്കും അറിയും, നിങ്ങളായിട്ടൊന്നും പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഇന്ന് അവന് ചോദിച്ചപ്പോൾ അവന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അത്രയും എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. കാരണം ആരും അവിടെ പാസ്സാകുന്നില്ല, ഒരാൾ മാത്രം അത് കറക്റ്റായിട്ട് പുള്ളി അത് ബൊലോറ ഇട്ടു. അപ്പോൾ അതിൽ മറ്റേ കൊടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് കമ്പി മുട്ടാതെ, ഇനിയിപ്പോൾ ഔട്ടായാലും കമ്പി മുട്ടാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ നാളെ മേലെയും ബൊലോറ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി എൻ്റെ അടുത്ത് LDV ട്രെയിനിങ് കാര്യങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് ജീപ്പ് ആദ്യം കൊടുക്കും. ജീപ്പ് തന്ന് അത് സെറ്റായ ശേഷം നിങ്ങൾക്ക് ബൊലോറ കൂടെ തന്നിട്ട് സൈഡ് മിറർ നോക്കി ബൊലോറ എടുക്കേണ്ട കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. പക്ഷേ അതിൽ ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഒട്ടും ഡ്രൈവർ മറ്റേ 4-wheel ലൈസൻസ് എടുത്ത് പോക്കറ്റിൽ വെച്ച് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് ഈ ബൊലോറ ഞാൻ തരുകയില്ല. അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന ട്രെയിനിങ്ങിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആകുകയാണെങ്കിൽ ഞാൻ ബൊലോറ തരും. അത് ചിലപ്പോൾ ഈ കറക്റ്റ് ആകാത്ത ആൾക്കാരെന്ന് പറയുന്നത്, ചില ആൾക്കാർ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് എന്താണ് പറയുക, ഈ ഒരു വാഹനം ഓടിക്കാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യും, അവർക്ക് ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയായിരിക്കും അവർ ഓടിക്കാതിരിക്കുന്നത്. പക്ഷേ ബൊലോറ ഞാൻ തരില്ല എന്ന് അപ്പോൾ അവർക്ക് ആ ലാസ്റ്റ് ടൈമിൽ ബൊലോറ തരില്ല ഒരു പക്ഷേ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഈ ബൊലോറ കൃത്യമായി ഓടിക്കണം. ഒന്നാമത് പുതിയ വണ്ടിയാണ്, കൃത്യമായി ഓടിക്കണം. സൈഡ് മിറർ നോക്കി എടുക്കാനുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ LDV ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ വ്യക്തികളും കാർ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും സൈഡ് മിറർ നോക്കി തന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുക. റിവേഴ്സ് എടുക്കുന്നതും തിരിക്കുന്നതൊക്കെ സൈഡ് മിററിൽ നിങ്ങൾ ഡെവലപ്പ് ആകാൻ ശ്രമിക്കുക. അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു ഇതിലെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം KSRTC ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിനും KSRTC മറ്റേ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നതിൽ 27
25 എന്നുള്ള മെഷർമെൻറ്റ് മാറ്റിയിട്ട് 25-20 ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആക്കിയതിൻ്റെ സർക്കുലർ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവർ കമ്പി അടിച്ച് ട്രെയിനിങ് നടത്തിയിരിക്കുന്നത്. അതിൽ സാധാരണ ഒരു 50 ആൾ കയറി 35 ആളും 40 ആളും പാസ്സാകുന്ന സ്ഥാനത്ത് 50 ആൾ കയറിയിട്ട് 15 ആൾ വരെയൊക്കെ പാസ്സായിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അത് എനിക്ക് ഇവിടുന്ന് ടെസ്റ്റിന് പോയ ഓരോ ആൾക്കാരും തന്ന മെസ്സേജ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ടെസ്റ്റുകൾക്ക് പങ്കെടുക്കുന്നതിന് മുന്നേ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ടെസ്റ്റിന് വരുന്നതിൻ്റെ മുൻപ് എന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. ബുക്ക് ചെയ്യാതെ അവിടെ പോയാൽ കയറാലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ടെസ്റ്റ് നടക്കുന്നത്. ഞാൻ ആ ബുക്ക് ചെയ്ത ആൾക്കാരെ മാത്രമേ കോമ്പൗണ്ടിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇല്ലാത്തവർക്ക് തിരിച്ചു പോകേണ്ടി വരും. ബുക്ക് ചെയ്ത് ഡേറ്റ് എടുത്ത ശേഷം മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ടെസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഇവിടെ എന്താ കഴിഞ്ഞ ടെസ്റ്റിൻ്റെ അഭിപ്രായം എന്താ നിങ്ങളുടെ? അവർ കേൾക്കട്ടെ. നല്ല അഭിപ്രായമായിരുന്നു. എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ പറയും? നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് അവിടെ വന്നത് ട്രെയിൻ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് നല്ല ക്ലാസ്സും നല്ല കോച്ചിങ് കിട്ടുന്ന കാരണം അവർ ടെസ്റ്റ് പാസ്സായി. നമുക്ക് ഇവിടെ വന്നപ്പോൾ അതേ അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിൽ അവർ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു എങ്ങനെയാണ്? തീർച്ചയായും നല്ല അനുഭവമായിരുന്നു. അത് കാരണം ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും പാസ്സാവാൻ കഴിഞ്ഞു. നല്ല അനുഭവമായിരുന്നു. നിങ്ങൾ എവിടെ വീട്? പറയുന്നു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. ഓക്കെ. ഏറ്റവും നല്ല അനുഭവം ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇന്ന് 18ഓളം ആൾക്കാർ ഇന്ന് പാസ്സായി. ടെസ്റ്റിൽ പങ്കെടുത്ത് എല്ലാവരും തന്നെ പാസ്സായി എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ അനുഭവം. അതുമാത്രമല്ല, ആ ട്രെയിനിങ് തരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു. അതെ, വാഹനം ഓട്ടിക്കുക എന്നുള്ളതിലുപരി ആ വാഹനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയായിരിക്കണം, വാഹനത്തിൻ്റെ മെക്കാനിക് വശങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് വളരെ ആധികാരികമായിട്ടാണ് സാറ് പഠിപ്പിച്ചു തന്നത്. പക്ഷേ നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അനുഭവിച്ച് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും ടെസ്റ്റ് പാസ്സായി. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കേട്ടറിവ് എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് കേട്ടറിഞ്ഞിട്ടുണ്ടോ അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് പ്രകാരമാണ് ഇവിടെ എത്തിയത്. പിന്നെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആരാളുള്ളത്? ഇയാൾ അടുത്ത ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. നിങ്ങൾ മലപ്പുറം അല്ലേ? തൃശ്ശൂർ കൊടുങ്ങല്ലൂർ നിന്നാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ നിന്ന് ഈ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ ഈ നാഷണൽ വന്ന് ലൈസൻസ് എടുക്കാൻ എന്താ കാരണം? ഒന്ന് വ്യക്തമായി. ഞാൻ ഇതുവരെ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് തിരിച്ചാണെങ്കിൽ റിപ്ലൈ എന്നാണ് സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട്. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ 100% എനിക്ക് ഭയങ്കര ഉറപ്പായി. കാരണം മാഷന്മാരെ ക്ലാസ് കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഇതിന് മുമ്പ് പോയടത്തൊക്കെ വേണമെങ്കിൽ ചേർന്നു എന്നുള്ളൊരിതുന്നു. വേണേ ചേരല്ലേ വേണ്ട ഇങ്ങനൊരു അഭിപ്രായമാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തീരി നമ്മൾ ഡ്രൈവറായിട്ട് അവർ മാറ്റുന്നു. എനിക്ക് ഭയങ്കര ഞാനൊരുപാട് നന്ദി പറയും. ഞാൻ ആദ്യത്തെ ടെസ്റ്റിൽ ഞാൻ ഫെയിലായി. ആദ്യത്തെ ടെസ്റ്റിൽ ഇയാൾ ഫെയിലായി എന്ന് പറഞ്ഞു. ഞാൻ അന്ന് നിങ്ങളുടെ ടെസ്റ്റിൽ കയറുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു? എന്നോട് പറഞ്ഞു കയറില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ കയറിയെന്ന് പറഞ്ഞു. ഇയാൾ മാത്രമേ കഴിഞ്ഞ ടെസ്റ്റിൽ ഫെയിലായുള്ളൂ. പക്ഷെ അതിന് ശേഷം വന്നപ്പോൾ എനിക്ക് മാഷന്മാരുടെ ട്രെയിനിങ് പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ നാഷണലിലെ ഫീസിൻ്റെ അല്ല നമ്മൾ ഒരു പാക്കേജ് എടുത്തിട്ട് വരുന്നത്. അതിൽ ഭക്ഷണം എന്നാലും അതല്ല ഒരു പാക്കേജ് എടുത്തിട്ട് വരുന്നത്. അതിൽ നിങ്ങൾക്ക് 2 ദിവസം വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോണതിൻ്റെ മുൻപ് നിങ്ങളൊരു ഡ്രൈവർ ആക്കിയിട്ട് തന്നെ വിടുള്ളൂ. ചില സീക്രട്ടുകൾ ഉണ്ടാവും എൻ്റെ ബിസിനസ്സിൽ. അത് ഒരിക്കലും നമുക്ക് പുറത്ത് പറയാൻ ഞാൻ തയ്യാറല്ല. അതറിഞ്ഞിട്ട് ആരും എൻ്റെ അടുത്ത് വരുമൊന്നും വേണ്ട. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമാണ്. ശരി, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടാവും? ഇപ്പം ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എന്നെ ചോട് പിടിച്ചുകൊണ്ട് തന്നെ ഡെവലപ്പായി വരുന്ന ഒരു സ്ഥാപനങ്ങളുണ്ട്. അതെനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്നെ മോശമായി ചിത്രീകരിക്കാതെ ആയിരിക്കണം അവരുടെ വരവ്. അത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ആരെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആരുടെ മുന്നിലും പറയും ഇന്നതാണെന്നുള്ളത് പറയാൻ പറ്റുന്നത്. കാരണം അത് ചിലപ്പോൾ എൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഉള്ള സാഹചര്യങ്ങളിലാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ വേറൊരു സ്ഥാപനത്തിൻ്റെയും കൂടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടതല്ല. അപ്പോൾ രണ്ടിൻ്റെയും ആ ട്രെയിനിങ് കാര്യങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടായിരുന്നോ? നല്ല വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് ഒരു ലൈസൻസ് എടുത്ത് പോകുന്നത് മാത്രമല്ല, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇനി ഡ്രൈവിങ്ങിന് ഒരാളെയും ആശ്രയിക്കുക. അതായത് ബിക്കം എ പെർഫെക്റ്റ് ഡ്രൈവർ. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇനി ഇതേപോലുള്ള ഈ വീഡിയോകൾ അടുത്ത ആൾക്കാരുടെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഏതിലാണെങ്കിലും നിങ്ങളത് അടുത്ത ആൾക്കാർക്ക് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലിങ്ക് ഷെയർ ചെയ്യുക.